ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. പക്ഷെ ഞാനല്ല കുക്ക് ചെയ്യുന്നത്, സ്വത്താണ് കുക്ക് ചെയ്യുന്നത്. പ്രോ ഷെഫ് പറയൂ, നമ്മളിന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? പ്രോൺസ് റൈസ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ പ്രോൺസ് ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ പോവാ. മാരിനേറ്റ് ചെയ്തതെന്ന് പറയാമോ? കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, ഉപ്പ്, ഇത്ര ഇട്ടിട്ട് നമ്മൾ ഓൾറെഡി പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് വെച്ച് പിന്നെ നമ്മൾ കുക്കറിനകത്ത് ചോറും ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് ഉള്ളിയൊക്കെ അറിയാൻ എനിക്ക് മിച്ചമുണ്ട്. അത് എൻ്റെ ജോലി, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ വീഡിയോ എടുത്ത് നടക്കാണ്. 3 മുട്ട. ഇത് നിങ്ങളുടെ തന്നെ റെസിപ്പിയാണോ? ഇല്ല, ഞാനിതൊരു ചാനലിൽ കണ്ടതാ. ട്രൈ നോക്കണം കുറെ ദിവസമായിട്ട് വിചാരിക്കുന്നു. ഇന്ന് ഓഫ് കിട്ടിയുണ്ട്, വീട്ടിൽ പെട്ടെന്ന് പോയി ചെമ്മീൻ മേടിച്ചു, പെട്ടെന്ന് പോയി സെറ്റാക്കിയതാണ്. വെളിച്ചെണ്ണ അല്ല ഒഴിച്ചിരിക്കുന്നത്? വെളിച്ചെണ്ണയിൽ പ്രോൺസ് നമ്മൾ മാരിനേറ്റ് ചെയ്ത പ്രോൺസ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചോറ് ഓൾറെഡി അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പ്രോൺസ് ഇനി ഫ്രൈ ചെയ്തിട്ട് വേണം ബാക്കി ചെയ്യാൻ. ആക്ച്വലി എനിക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല, എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊന്നും. നമ്മള് ചെമ്മീൻ ബിരിയാണി വെക്കൂല്ലേ, അത് ഭയങ്കര ആലങ്കാരികമായിട്ടല്ലേ വെക്കുന്നത്. ഇതൊന്നുമല്ല, ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് ചെമ്മീൻ ബിരിയാണി എന്ന് പറയാം. പക്ഷേ ബസ്മതി റൈസ് അല്ല, നമ്മുടെ റൈസ്. ഓ, അപ്പൊ നമുക്ക് ലെഫ്റ്റ് ഓവർ ചോറൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാൻ പറ്റുമല്ലേ? ഓക്കെ, പിന്നെ ബാക്കിയെല്ലാം ഇടുമ്പോ കാണിച്ചു തരാം. പ്രോ സാധനമാണോ ഇത്? ഓക്കെ, ശരിയാ മതിയായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് ഫ്രൈ ചെയ്തിട്ട് ഞാൻ ബാക്കി ഉള്ളിയും കൂടി പൊളിച്ചിട്ട് വന്നിട്ട് ബാക്കി കാണാം. ഓക്കെ, ഞാനിവിടെ അസിസ്റ്റന്റ് ആണ്, അതുകൊണ്ട് അസിസ്റ്റന്റ് പണിയെടുത്തില്ല പറഞ്ഞിട്ട് ഇവിടെ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ പണിയെടുക്കട്ടെ. വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൊരിഞ്ഞ ചെമ്മീന്റെ മണം. ഇതിൽ കറിവേപ്പില ഇടണോ? കറിവേപ്പില ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഓക്കെ ഷെഫ്. ഓക്കെ ഷെഫ് പറയും. ഓ, അങ്ങനത്തെ ഫ്രൈ പോലത്തെ കറിവേപ്പില താങ്കൾക്ക് വേണ്ടതാണോ പറയുന്നത്? ഓക്കെ ഓക്കെ, ദെൻ ഫൈൻ. ചിലപ്പോൾ നിങ്ങൾക്കൊരു സൗണ്ട് ഉണ്ട്, കാരണം ഞങ്ങളുടെ എക്സോസ്റ്റ് ഓൺ ചെയ്തിരിക്കുക. എക്സോസ്റ്റ് ഓൺ ചെയ്തില്ലെങ്കിൽ ഫയർ അലാറം അടിക്കും. നല്ല ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് ഇങ്ങനെ തിന്നോണ്ടിരിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്നും എടുത്തോട്ടെ. ഫുൾ പ്രോൺസ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് അല്ല ഹോത്ത. ഇനി അടുത്തത് എന്തെങ്കിലുമൊക്കെ വഴട്ടാനുണ്ടാവും. ഈ എണ്ണയിൽ തന്നെ ചെയ്യാൻ പോകുന്നത്? ഓക്കെ, അപ്പൊ പ്രോൺസ് വറുത്ത എണ്ണയിൽ തന്നെ നമ്മൾ ബാക്കി കുക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. പ്രോൺസ് വറുത്ത ഈ വൈറ്റ് സ്റ്റൗ ഫുള്ളും അതിന്റെ പൊടിയായിട്ടുണ്ട്. എണ്ണ തെറിച്ച് കടുക് പൊട്ടിച്ച ശേഷം വെളുത്തുള്ളി. എന്തോരം വെളുത്തുള്ളി ഉണ്ട്? എന്റെ പാത്രം ചീത്തയാമോ? മറ്റേ ഫുഡിന്റെ തവിയെടുക്ക്. ഈ ഷെഫ് പണി കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഞാൻ പുതിയ പാത്രങ്ങളും ഇതൊക്കെ വാങ്ങേണ്ടി വരും. പൂ അങ്ങനെ ഉണ്ട്. ഇങ്ങനെ മാതു പുറത്തോടെ പോയപ്പോഴത്തേക്കും വാങ്ങിക്കൊണ്ട് തന്ന ഇവിടെ ഇട്ട് വെക്കാൻ വേണ്ടി. ഇത് ഒറിജിനൽ ഫ്ലവേഴ്സാ. ഏതോ കാട്ടിന്ന് പറിച്ചതെന്ന് പറഞ്ഞു. അവർ നടക്കാൻ എന്തോ പോയപ്പോഴത്തേക്കും അവിടെ കണ്ടെന്നിട്ട് എനിക്ക് കൊണ്ടുതന്നു. ഇല്ല, ഞാൻ മണത്ത് നോക്കിയായിരുന്നു, കുഴപ്പമൊന്നും. ചെറിയ ഉള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രം നിറച്ചു അല്ലേ? 1/2 കിലോയോ? അത്രയൊന്നുമില്ല. ഈ ഷെഫിന് കണക്കൊന്നും അറിയത്തില്ല. ഈ ഷെഫ് പൊട്ട ഷെഫാ. ഇനി
ഇത് വഴട്ടണം അല്ലേ? നന്നായിട്ട് വഴട്ടണം. ഗോൾഡൻ ബ്രൗൺ. ഓൾറെഡി ഗോൾഡൻ ബ്രൗൺ പെട്ടെന്നാവും. ആക്ച്വലി കുക്ക് ചെയ്യുന്ന ഷെഫാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസും ഇതൊക്കെ പറയണത്. ഈ ഷെഫിന്റെ ഞാനെല്ലാം കാണിച്ചു തരത്തേ ഉള്ളൂ. എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഫോക്കസ് ഒപ്പിന്റെ ഫോക്കസ് ഭയങ്കര ഫോക്കസ്. ഇങ്ങോട്ട് നോക്കുന്ന പോലും ഇല്ല. ഇനി കുറച്ചുകൂടെ എണ്ണ ഒഴിക്കണം. എന്നിട്ട് ഭയങ്കര ഡ്രൈ ചെയ്തുണ്ടോ? സോ ഡ്രൈ. ചവിട്ടരുത്. ഇവിടെ റിംഗ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഉള്ള കാര്യം പറയാല്ലേ, അതെല്ലാം ഇവിടെ ചവിട്ടിക്കളായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നല്ല കൊള്ളാം, ഗുഡായിട്ടുണ്ട്. ഇനി ഇത് മൊത്തവും നന്നായിട്ട് വഴന്നു വന്നിട്ട് കാണാൻ വയസ്സ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിടണം, എക്സ്പോസ് ഇടണം, അല്ലെങ്കിൽ പണിവാളും. ഞാൻ അടക്കി വെച്ചൊന്ന് കാലുവേദനയായിട്ട് പോയായിരുന്നു. ഇവിടെ എന്തൊക്കെയാ നടന്ന്. ഞാൻ ജസ്റ്റ് ഇച്ചിരി കറിവേപ്പില ആഡ് ചെയ്തു. ഒരു പേര് ഇച്ചിരി ഒരു കളർ വരാനും ഇച്ചിരി എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി മുളക് പൊടി ആഡ് ചെയ്തു. അതല്ലെങ്കിൽ നമുക്ക് ഇതിലിടാം, മറ്റേ എന്താ പറയുക, ക്രഷ്ഡ് ചില്ലി ഇല്ലേ, അതിടാം. ചോറ് വറുത്തല്ലേ? ചോറും വറുത്തിയ നല്ല ബ്രൗൺ കളറായി. നല്ല മണം വരുന്നുണ്ട്. നല്ല ബ്രൗൺ കളറായി. ഇനി ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇതിനകത്തോട്ട് നമുക്ക് ചോറിട്ട് മറിക്കാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ പ്രോൺസ് കൂടി മിക്സ് ചെയ്യാം. ഷെഫ് ന്യൂ ടു കിച്ചൺ ആയത് കാരണം ഇവിടെ കുറെ മെസ്സൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. കുക്കറും വാർക്കുന്ന പാത്രം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഷെഫ് അതെന്താണ് നോക്കിയിട്ടിടണം കേട്ടോ. ഇതിൽ ഇത്തിരി ഗരം മസാല കൂടി ഇടാൻ പോവാ നമ്മൾ. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ഗരം മസാല. നേരത്തെ എനിക്ക് ഇതെങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ കഴിഞ്ഞു, കാരണം നാട്ടിൽ നിന്ന് എനിക്ക് അമ്മമ്മ പൊടിച്ചു തന്നിട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് മൂത്ത് തരാൻ വേണ്ടി ഇച്ചിരി കുരുമുളക് കൊടുക്കണം. ഓക്കെ, ഇത് കരിയുന്നു. ഇളക്കും കരിയത്തില്ല, നല്ലപോലെ വെള്ളം ഇറങ്ങുന്നുണ്ട്. കണ്ടോ? ഓക്കെ ഗൈസ്, കുട്ടി പഠിച്ചു ഗൈസ്. കുട്ടി പ്രോ ആയി. ഇപ്പോ ഇനി നാളെ തൊട്ട് അങ്ങോട്ട് എല്ലാം ഏറ്റെടുത്തോളുക. സത്യം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴല്ലേ എനിക്കൊരു സന്തോഷം. നമ്മള് നമ്മുടെ ടേസ്റ്റ് തന്നെ കഴിക്കുമ്പോൾ നമ്മൾ മടുക്കും. നമ്മള് വേവിച്ചെടുത്ത ചോറ്. ഇത് മറ്റേ ചെറിയ റൈസ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അല്ലേ? മറ്റേ പൊന്നിയരിയാണ് ഏറ്റവും നല്ലത്. ഞാൻ കണ്ട വീഡിയോക്കകത്ത് ഒരു പൊന്നിയരി ഇട്ടേക്കുന്നത്. പക്ഷെ അല്ല, പൊന്നിയരി ബസ്മതിയേക്കാളും നല്ലത് ഇതുപോലുള്ള ചോറിന് പൊന്നിയരി. ഇപ്പൊ നമ്മുടെ വീട്ടിൽ കുറച്ച് ലെഫ്റ്റ് ഓവർ ചോറൊക്കെ ഉണ്ടെങ്കിൽ അത് കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ നൈസായിരിക്കും അല്ലേ? ഇത് മൊത്തം ഇടണോ? വേണ്ട, മൊത്തം ഇടണ്ട. ചോറ് അധികം ഞാൻ നാളത്തേക്കും കൂടി വെച്ചത്. നല്ല മണം വരുന്നുണ്ട്. കൊതിയാവുന്ന എനിക്ക്. പാത്രം ഇങ്ങനെ ഇങ്ങനെ ഇളക്ക്, അടിയിൽ ഇളക്ക്. ഞാൻ ഇളക്കണോ? അത് ചോറ് ഇളക്കാതെ ഇങ്ങനെ പാത്രം തന്നെ ഇങ്ങനെ കുടയും. അപ്പം ചോറിങ്ങനെ പൊടിയൂല. ചോറ് പൊടിയൂല, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. I'm always right. ഇന്നത്തോടെ കുക്കിംഗ് നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, കുക്ക് ചെയ്താൽ മെസ്സാക്കും. പക്ഷെ മെസ്സായിക്കോട്ടെ എന്ന് വിചാരിക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ആക്കാം. ഇനി ഇവിടെ നിന്ന് ഞാൻ തന്നെ കുക്ക് ചെയ്യുക. അപ്പം ഞാൻ തന്നെ കുക്ക് ചെയ്യുന്ന ഫുഡ് കഴിച്ച് എനിക്ക് മടുത്ത്. അപ്പം പുതിയ എന്തെങ്കിലും ഒരു പുതിയ ടേസ്റ്റുള്ള ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര നല്ല ഫീൽ കിട്ടും. പിന്നെ എന്തായാലും നല്ല ചോറിൻ്റെ മണം വരുന്നുണ്ട്. സെറ്റായി. അവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഞാൻ അതിൽ ഒന്ന് ഇളക്കിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞാൽ പറ്റൂല, എനിക്കെല്ലാം തന്നെ ചെയ്യണമെന്ന്. ഞാൻ മുന്നേ പ്രോൺസ് ഒക്കെ ഇട്ട് പ്രോൺസ് ഇട്ടു. കുറച്ച് ഒന്നുമില്ല, അത് മിക്സ് ചെയ്തിട്ട് പ്രോൺസ് ഇട്ടു. പിന്നെ ഇപ്പം എന്നിട്ട് ഓക്കെ കുരുമുളക് പൊടി ഇട്ട് കാണാനൊക്കെ നല്ല സ്വന്തമുണ്ട്. ഉദ്ദേശിച്ച പോലെ വരുന്ന കാരണം കുറച്ച് ഷോ ഉണ്ടോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നല്ല ഷോ, സാധനം വൃത്തിയായിട്ട് വന്നു. ഇത്ര നേരം ഭയങ്കര പാവത്തിനെ പോലെ ഉണ്ടാക്കിയത്. ഇപ്പൊ ഇച്ചിരി ഗുഡായി വന്ന കാരണം ഇപ്പൊ ഇച്ചിരി ഷോ. സത്യമല്ലേ? എന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ചെമ്മീൻ ഇട്ടു. ലാസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കുരുമുളക് പൊടി ഇട്ടിട്ട് ഫിനിഷ് ചെയ്തു. ഇനിയുള്ളത് നമ്മൾ പെണ്ണുങ്ങളുടെ തെറിയൊക്കെ മെസ്സായ സാധനം ക്ലീൻ ആക്കുക. ഓക്കെ, ഞാൻ വെച്ച ചോറ് പാത്രം കഴുകുക. ഇതെനിക്ക് കഴിച്ചു നോക്കാൻ തരാത്തത് പ്ലേറ്റ് ചെയ്യണമായിരിക്കും അല്ലേ? തോന്നി. ഓക്കെ, ഞാനും കൂടെ പോയി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. ഇവിടെയൊക്കെ ചെമ്മീൻ്റെ ഒക്കെ സാധനമൊക്കെ തറച്ച് വീണ് കിടക്കുക. അതൊക്കെ ഞാൻ വൃത്തിയാക്കി
സെറ്റ് ആക്കിയിട്ട് വരാം ഗൈസ്. ചിക്കൻ വേണ്ട, അമ്മ വൃത്തിയാക്കിക്കോളൂ. കുക്ക് ചെയ്തവർ വൃത്തിയാക്കണം, അതാണ് ശാസ്ത്രം. ക്ലീൻ ചെയ്തുതരാം. ഓക്കെ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഗുഡാണല്ലോ കാണാൻ. എങ്ങനെയുണ്ട്? കഴിച്ചോക്കട്ടെ. കഴിച്ചോക്കെ. ഒന്നാമത്തെ കാര്യം എനിക്ക് പ്രോൺസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇത് പൊളിക്കട്ടെ. കുറച്ച് ചോറ് എനിക്ക് കൊതിയാവുന്നു. കുറച്ച് അടിപൊളി അടിപൊളി. നല്ല മൊരിഞ്ഞ ഉള്ളി, നല്ല പ്രോൺസ്, ഭയങ്കര ടേസ്റ്റ്. എനിക്ക് നല്ല ഇഷ്ടായി. നീ എന്നും നീ തന്നെ ഉണ്ടാക്കിക്കോളും. നല്ല ഇഷ്ടായി. ഇനി ഞാൻ കൂടെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. അടിപൊളി അടിപൊളി ഗൈസ്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമാണ്, കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അടിപൊളി സാധനമാണ്. ഞാൻ ഒരു ചാനൽ കണ്ടോ, പക്ഷെ ചാനലിന്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ ഇത് ഇവന്റേതായ രീതിയിൽ എന്തൊക്കെയോ മാറ്റി മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അവര് ഉലുവ പൊടിയൊക്കെ ഇടുന്നത് ഞാനൊന്നും ഇട്ടില്ല. പക്ഷെ ഇത് ഭയങ്കര നല്ലതാ, കഴിച്ചു നോക്ക്. പ്രോൺസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇനി പ്രോൺസ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇങ്ങനെ ചോറ് മാത്രം ഇങ്ങനെ ഉള്ളിയിട്ട് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ഉള്ള ഉള്ളിയുള്ള ചോറൊക്കെ. സോ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ. സത്തുകൂടെ പോയി വേറെ ബൈ. ഞാൻ പോയി ബാക്കിയും കൂടെ കഴിക്കട്ടെ. ഓക്കെ.